ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഈ UK വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ഇവിടുത്തെ വാളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഹാങ് ഒക്കെ ചെയ്യാനായിട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് അടിച്ചിട്ടുണ്ടോ ഇത് ഏത് ടൈപ്പ് ഓഫ് വാളാണ്, അല്ലെങ്കിൽ ഇത് ഏത് ടൈപ്പ് ഓഫ് നമുക്ക് ഡ്രില്ല് ബിറ്റ് ഉപയോഗിക്കണം, അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഡ്രില്ല് ഉപയോഗിക്കണം ഇത് ഡ്രില്ല് ചെയ്യാനായിട്ട് അങ്ങനെയൊക്കെ ഡൗട്ട് അടിച്ചിട്ടുണ്ടോ? അങ്ങനെയുള്ളവർക്കായിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇതൊരു ബേസിക് വീഡിയോ ആണ്, പ്രൊഫഷണൽസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ഒന്നുമല്ല. നിങ്ങൾക്കറിയാലോ ഇവിടുത്തെ ലേബർ കോസ്റ്റ് ഒക്കെ ഭയങ്കര കൂടുതലാണ്. അപ്പം നമ്മൾ തന്നെ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ഈസിയാണ്. കാരണം ഇത് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ഒരു എഞ്ചിനീയറിംഗ് നോളജ് ഒന്നും വേണ്ട, നമുക്ക് ആർക്കും വേണമെങ്കിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. സോ അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ബേസിക്കായിട്ട് ഇവിടെ എത്ര ടൈപ്പ് ഓഫ് വാൾസ് ഉണ്ടെന്ന് നോക്കാം. മെയിനായിട്ട് 4 ടൈപ്പ് ഓഫ് വാൾസാണ് ഇവിടെ ഉള്ളത്. ഒന്നാമത്തെ നമ്മൾ പ്ലാസ്റ്റർ ബോർഡ് വാൾസ്, എല്ലാവർക്കും അറിയാവുന്നതെന്ന് തോന്നുന്നു പ്ലാസ്റ്റർ ബോർഡ് വാൾസ്. പിന്നെ ഒരു വാൾസാണ് ഡോട്ട് ആൻഡ് ഡാബ് വാൾസ് എന്ന് പറയുന്നത്. പുതിയ വീടുകളിൽ കൂടുതലായിട്ട് കാണുന്നതാണ് ഈ ഡോട്ട് ആൻഡ് ഡാബ് വാൾസ്. പിന്നെ വരുന്നതാണ് ബ്രിക്ക് വാൾ. പഴയ വീടുകളിലൊക്കെ ആണെങ്കിൽ ബ്രിക്ക് വാൾസ് വരും. പിന്നെ ഒരു കോൺക്രീറ്റ് വാൾ. ഫ്ലാറ്റുകളിലൊക്കെയാണ് കൂടുതലായിട്ട് ഇങ്ങനത്തെ വാൾ. മെയിനായിട്ട് നമുക്ക് 2 വാളുകൾ നോക്കാം. എന്താണ് ഈ പ്ലാസ്റ്റർ ബോർഡ് വാൾ അല്ലെങ്കിൽ സ്റ്റഡ് വാൾ എന്ന് വേണമെങ്കിൽ പറയാം. അല്ലാതെ രണ്ടാമത്തെ വാൾ ഈ ഡോട്ട് ആൻഡ് ഡാബ് വാൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ നോക്കാം. നമ്മൾ എങ്ങനെയാണ് വാൾ ഏതാണെന്ന് തിരിച്ചറിയാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ജസ്റ്റ് ഒന്ന് ഭിത്തിയിൽ മുട്ടി നോക്കിയാൽ നമുക്കറിയാം ഒരു പൊള്ള ആയിട്ടുള്ള ഫീലിംഗ് ആണ് മിക്കവാറും അത് സാധാരണ സ്റ്റഡ് വാൾ അല്ലെങ്കിൽ പ്ലാസ്റ്റർ ബോർഡ് എന്ന് പറയും. പക്ഷേ ഞാൻ എൻ്റെ ഇവിടുത്തെ ഉള്ള എല്ലാ ഭിത്തികളിലും ഏകദേശം പ്ലാസ്റ്റർ ബോർഡാണ്. അപ്പോൾ സോ അതെങ്ങനെ മനസ്സിലാക്കും? അപ്പോൾ ഇപ്പം ഞാൻ ഇവിടെ 2 സ്ഥലങ്ങൾ തട്ട് നോക്കുമ്പോൾ ചില സ്ഥലത്ത് തട്ടുമ്പോൾ ഒരു ഹോളോ ഫീലും ചില സ്ഥലത്ത് തട്ടുമ്പോൾ ഒരു ഹാർഡ് ആയിട്ടുള്ള ഫീലുമാണ്. അപ്പോൾ ഈ വാൾ നമുക്ക് ഡോട്ട് ആൻഡ് ഡാബ് വാൾ എന്ന് പറയാം. പുതിയ വീടുകളിൽ കൂടുതലായിട്ടും കാണുന്നതാണ് ഈ ഡോട്ട് ആൻഡ് ഡാബ് വാൾ. പിന്നെ നമുക്ക് ഈ പ്ലാസ്റ്റർ ബോർഡ് വാളിനെ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ഇതും പ്ലാസ്റ്റർ ബോർഡ് വാളും ഇങ്ങനെ നമ്മൾ ടച്ച് ചെയ്യുന്ന സമയത്ത് ഒരു ഹോളോ ഫീലാണ്. നമ്മൾ വീടിൻ്റെയൊക്കെ ഔട്ടർ പാർട്ട് വരുന്നത് നമ്മൾ ബ്രിക്ക് കൊണ്ടാണല്ലോ ബിൽഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ബ്രിക്കിന് മുകളിലായിട്ടൊരു പശ തേച്ച് അതിൻ്റെ മുകളിൽ പ്ലാസ്റ്റർ ഒട്ടിക്കുന്ന വാളിനെയാണ് ശരിക്കും ഡോട്ട് ആൻഡ് ഡാബ് വാൾ എന്ന് പറയുന്നത്. നമ്മുടെ വീടുകളിൽ 2 ടൈപ്പ് ഓഫ് വാളുകളും കാണാം. അതായത് നമ്മൾ ഔട്ടർ ലെയർ ഡോട്ട് ആൻഡ് ഡാബ് ആണെങ്കിൽ ശരിക്കും ഈ നമ്മൾ പാർട്ടീഷനായിട്ട് വരുന്ന വീടുകളിലെ റൂമൊക്കെ പാർട്ടീഷൻ ചെയ്യുന്ന ഭാഗം നമുക്ക് സ്റ്റഡ് വാൾസ് ആയിരിക്കും വരിക. സ്റ്റഡിന് മേളിലായിട്ട് പ്ലാസ്റ്റർ ബോർഡ് ഫിറ്റ് ചെയ്തതായിട്ടാണ് വരിക. സ്റ്റഡ് വാൾ കണ്ടുപിടിക്കാനാണ് നമ്മൾ ഈ സ്റ്റഡ് ഫൈൻഡർ എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നത്. വാളിന് മുകളിൽ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റഡ് ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കുന്നത് സ്റ്റഡ് വാളാണെന്ന്. ഇനി നമുക്ക് എന്തൊക്കെ ഇക്വിപ്മെൻറ്റ്സ് വേണം? നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഡ്രില്ല് വേണം. അപ്പം ഇതൊരു സാധാ ടൈപ്പ് ഡ്രില്ലാണ്. ഇതിനകത്ത് ഹാമറിങ് ഫംഗ്ഷൻ ഇല്ല. ഞാൻ ആദ്യം മേടിച്ചത് അങ്ങനെയാണ്. പക്ഷേ ഇത് സ്ട്രോങ് ആണ്, ഇത് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ അപ്പോൾ അതിന് ശേഷം ഞാൻ ഹാമറിങ് ഉള്ള ഒരു ഡ്രില്ലും കൂടെ മേടിച്ചു. ഇത് SGS ഡ്രില്ലെന്ന് പറയുന്നത്. ഇത് അത്യാവശ്യം ഹെവി ഡ്യൂട്ടിക്ക് ഉപയോഗിക്കുന്നുണ്ട്. ശരിക്കും നല്ല ഹാമറിങ് ഫംഗ്ഷൻ ഉള്ളതാണ്. നമുക്ക് ശരിക്കും എക്സ്റ്റേണലൊക്കെ ഉള്ള വാളൊക്കെ ഒന്ന് ഡ്രില്ല് ചെയ്യണമെങ്കിൽ ഇത് ഈസി ആയിട്ട് കയറും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് 2 കൂടെ ഉള്ള ഡ്രില്ലും നമുക്ക് വേണമെങ്കിൽ അത് ഉപയോഗിച്ച് നമുക്ക് കാര്യങ്ങൾ നടക്കും കേട്ടോ. ഇത്ര വലിയ ഹെവി വേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്കിവിടെ വേണ്ട വേറൊരു സാധനമാണ് ഈ ഡിറ്റക്ടർ. ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത് ശരിക്കും നമ്മൾ ഇതിനകത്ത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെറ്റലും ഇലക്ട്രിക്കൽ ലൈനും ഡിറ്റക്റ്റ് ചെയ്യുന്നതാണ്. പിന്നെ നമുക്ക് ബേസിക്കലി വേണ്ട സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഒരു ഹാമർ വേണം, സ്ക്രൂ ഡ്രൈവർ വേണം. ബാക്കി എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ. പിന്നെ ഒരു സാധനം എനിക്ക് ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയ സാധനമാണ് ഇത് ലേസർ ലെവലർ. ഇത് നല്ലതാണ്. ഇത് ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് വാളിലൊക്കെ കറക്റ്റ് ലെവലിൽ ഹാങ് ചെയ്ത് വെക്കാനൊക്കെ ഇത് ഭയങ്കര ഈസി ആയിട്ട് തോന്നി. ഡ്രില്ലിനെ കുറിച്ച് ഒരു ഏതൊക്കെ ഡ്രില്ലാണ് ഉപയോഗിക്കുന്നതിനെ കുറിച്ചൊരു ബേസിക് ആയിട്ട് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്കത് ഡ്രിൽ ബിറ്റുകളെ കുറിച്ചൊന്ന് നോക്കാം. ഇനി ഏത് ടൈപ്പ് ഓഫ് ഡ്രിൽ ബിറ്റ്, ഈ ഡ്രിൽ ബിറ്റുകളെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കിയെടുക്കാം? സോ അതിൻ്റെ എഡ്ജിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഏത് ടൈപ്പ് ഓഫ് ഡ്രിൽ ബിറ്റാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അത് നോക്കിയിട്ട് ചൂസ് ചെയ്യാം. ഞാനൊരു ഡയഗ്രം കൊടുക്കാം, അത് നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നീട് നിങ്ങൾക്ക് ഇനി സോക്കറ്റ്സ്, ഏത് ടൈപ്പ് ഓഫ് സോക്കറ്റ്സ് ആണ്, അതിനകത്ത് എത്ര വെയിറ്റ് നമുക്ക് തൂക്കാൻ പറ്റും ആ സോക്കറ്റ്സ് ഉപയോഗിച്ചിട്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംശയം അതിന് ഞാനൊരു ഡയഗ്രം സെറ്റ് ചെയ്തിട്ടുണ്ടാകും. നിങ്ങൾ ആ ഡയഗ്രം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഏത് സോക്കറ്റിൻ്റെ സൈസ് അനുസരിച്ച് നിങ്ങൾക്ക് ആ സോക്കറ്റ് മേടിച്ചാൽ മതിയാവും നിങ്ങളുടെ തൂക്കുന്ന ഐറ്റത്തിനനുസരിച്ച്. ഡ്രില്ല് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ എന്തൊക്കെ നോക്കണം? മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടതാണ് ഇലക്ട്രിക് ലൈൻസ്. സാധാരണ ഇവിടുത്തെ എല്ലാ ഇലക്ട്രീഷ്യൻസും ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സ്വിച്ചിന് പെർപെൻഡിക്കുലോ അല്ലെങ്കിൽ വെർട്ടിക്കലോ ഹൊറിസോണ്ടലായിട്ടായിരിക്കും കൂടുതലായിട്ട് വയർ പോവുക. അപ്പോൾ അങ്ങനെയുള്ള ഭാഗത്ത് നമ്മൾ ഡ്രില്ല് ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, നമ്മൾ പിന്നെ വരുന്ന ഈ നമ്മുടെ ഹീറ്ററിൻ്റെ ഒക്കെ ലൈൻ പോകുന്നുണ്ട്. ഈ ഹീറ്ററിൻ്റെ ലൈൻ പോകുന്നുണ്ടെങ്കിൽ അവർ അതിൻ്റെ പുറത്തൊരു കോയിൽ ചുറ്റിട്ടാണ് അവർ സെറ്റ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇതിന് ഫൈൻഡർ വെച്ച് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഫൈൻഡർ വെച്ചിട്ട് നമുക്ക് ഇത് പോകുന്നത് നോക്കിയിട്ട് ആ ഭാഗത്ത് ഡ്രില്ല് ചെയ്യാണ്ട് നോക്കിയാൽ മതി.
പ്ലാസ്റ്റർ ബോർഡിലാണെങ്കിൽ നമ്മൾ ഹെവി ആയിട്ടുള്ള വെയിറ്റ് ഉള്ളതാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും സ്റ്റഡ് ഫൈൻഡർ വെച്ച് സ്റ്റഡിനുള്ളിൽ നമ്മുടെ വുഡൻ സ്ക്രൂസ് ഉണ്ട്. വുഡൻ സ്ക്രൂ വെച്ച് സ്റ്റഡിൽ നമ്മൾ സെറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ ഡോട്ട് ആൻഡ് ഡാബ് വാൾ എന്ന് പറയുന്നത്, ഈ ഡോട്ട് ആൻഡ് ഡാബ് വാളിൽ നമുക്ക് വേണമെങ്കിൽ എത്ര വേണേൽ ഹെവിയുള്ള ഐറ്റംസും തൂക്കാം. കോർഫിക്സ് എന്ന് പറഞ്ഞ കമ്പനി ഈ ഡോട്ട് ആൻഡ് ഡാബ് വാളിൽ ഫിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സോക്കറ്റ്സും അതിൻ്റെ സ്ക്രൂവും സെറ്റാണ്. സോ ഇതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം ഇതിൻ്റെ ലെങ്ത്ത് കണ്ടാൽ അറിയാം. കാരണം ഈ ലെങ്ത്ത് ഉള്ളതുകൊണ്ട് തന്നെ ഈ സോക്കറ്റ്സ് നമ്മുടെ പ്ലാസ്റ്റർ ബോർഡിന് ശേഷമുള്ള ബ്രിക്കിലും കയറിയിട്ടുണ്ടാവും. അപ്പോൾ ഈ ബ്രിക്കിലേക്ക് വരെ ഈ സോക്കറ്റ് സെറ്റും, അതിനുശേഷം നമ്മൾ ആ ബ്രിക്കും നമ്മൾ ഔട്ടർ ലെയറും ശരിക്കും പറഞ്ഞ് ചെറിയൊരു ഹോളോ ആയിട്ടുള്ള പാർട്ടുണ്ട്. അപ്പോൾ ആ ഭാഗത്തേക്ക് നമ്മൾ ഈ മെറ്റൽ ഭാഗം വരും. സോ അതിനുശേഷം നമ്മൾ ഈ നീളമുള്ള സ്ക്രൂ ആണ്. അപ്പോൾ നമുക്ക് എന്താ പറയുക, നമുക്ക് അത്യാവശ്യം നല്ല വെയിറ്റുള്ള സാധനം വേണമെങ്കിലും ഈ ഒരു ഡ്രിൽ ആൻഡ് ഈ ഡോട്ട് ആൻഡ് ഡോബ് വാൾ ഫിക്സിങ് ഉപയോഗിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. സോ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് ഹെവി ആയിട്ടുള്ള ഐറ്റംസ് ആണെങ്കിൽ നമുക്കൊരു TV വാളിൽ മൗണ്ട് ചെയ്യണമെങ്കിലൊക്കെ നമുക്ക് ഈ കോർഫിക്സിൻ്റെ ഇത് മേടിച്ചിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പ്ലാസ്റ്റർ ബോർഡിലാണെങ്കിൽ നമ്മൾ ഈ ഹാമറിങ് ഫംഗ്ഷൻ ഉള്ളതാണെങ്കിൽ ഹാമറിങ് ഫംഗ്ഷൻ ഓഫ് ചെയ്തിട്ട് വേണം ഡ്രിൽ ചെയ്യാൻ. വളരെ സ്ലോ സ്പീഡ് വേണം ഡ്രിൽ ചെയ്യാൻ. അല്ലെങ്കിൽ നമ്മൾ ഹാമറിങ് ഫംഗ്ഷൻ ഓണാക്കി കഴിഞ്ഞാൽ ഹോൾ ചിലപ്പോൾ വലുതായി പോകാൻ സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് ഈ ഡോട്ട് ആൻഡ് ഡാബ് വാളിൽ നമ്മൾ എങ്ങനെ ഡ്രിൽ ചെയ്യും? അപ്പോൾ ഈ ഡോട്ട് ആൻഡ് ഡാബ് വാളിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ ആദ്യം വരുന്ന ഭാഗം പ്ലാസ്റ്റർ ബോർഡിൻ്റെ ഭാഗമാണല്ലോ. അപ്പോൾ ആ ഭാഗത്ത് നമ്മൾ സാധാരണ ഹാമറിങ് ഫംഗ്ഷൻ ഓഫാക്കിയതിന് ശേഷം നമ്മൾ ഡ്രിൽ ചെയ്യും. അതിനുശേഷം വീണ്ടും നമ്മൾ ബ്രിക്ക് വരുന്ന സമയത്ത് ഹാമറിങ് ഫംഗ്ഷൻ ഓണാക്കിയതിന് ശേഷമാണ് നമ്മൾ ഡ്രിൽ ചെയ്യുക. ഇന്ന് ഞാൻ ഡ്രിൽ ചെയ്യുന്നത് പ്ലാസ്റ്റർ ബോർഡാണ്. അപ്പം ഞാൻ പ്ലാസ്റ്റർ ബോർഡിൽ ഡ്രിൽ ചെയ്യാനായിട്ട് ഞാൻ സോക്കറ്റും സ്ക്രൂവും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു സെറ്റായിട്ടാണ് മേടിച്ചത്. അപ്പോൾ ഇത് ഇങ്ങനെ മേടിക്കുകയാണെങ്കിൽ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ഇതിനകത്ത് ഏത് കറക്റ്റാണ്, ഏത് ഡ്രിൽ ബെറ്റാണ് യൂസ് ചെയ്യേണ്ടതെന്ന് എല്ലാം കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി നമുക്ക് ഡ്രിൽ ബെറ്റ് യൂസ് ചെയ്ത് ഡ്രിൽ ചെയ്യാവുന്നതാണ്. പക്ഷേ ഇന്നത്തെ ഞാൻ ഡ്രിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നത് അത് കുറച്ച് ഹെവിയാണ്. അപ്പോൾ ഞാൻ ആക്ച്വലി ഇതൊരു പാക്കറ്റ് പോയി ഫിഷർ എന്ന് പറഞ്ഞൊരു, ഞാൻ കുറേ യൂസ് ചെയ്തു. ഫിഷർ എന്ന് പറഞ്ഞൊരു ഡ്യുവോ പവർ എന്ന് പറഞ്ഞൊരു മോഡലാണിത്, അവരുടെ കമ്പനിയുടെ. ഇവരുടെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാര്യം ഇവരുടെ സോക്കറ്റ്സ് ഭയങ്കരമാണ്. ഞാൻ ഇവരുടെ സെറ്റ് ചെയ്തത് നന്നായിട്ട് ടൈറ്റ് ആകുന്നതൊക്കെ നല്ലതാണ്. ഇവരുടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഇവരുടെ ഒരുപാട് മോഡൽസ് ഉണ്ട്. ഇത് വെച്ചിട്ടാണ് ഇന്ന് ഞാൻ ഡ്രിൽ ചെയ്യുന്നത്.